പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകളിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റിലേക്ക്. സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സമരവേദിയിലേക്ക് ക്ഷണിച്ചിട്ടാണ് എത്തിയതെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ BJP അനുഭാവമുള്ള ആശമാരാണ് കേന്ദ്രമന്ത്രിയെ ക്ഷണിച്ചത്. സംസ്ഥാന സർക്കാരിന് എടുത്തുചാടി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം. സുരേഷ് ഗോപി ആലോചിച്ച് സംസാരിക്കണമെന്നും സമരസമിതി ജനറൽ സെക്രട്ടറി MA ബിന്ദു ന്യൂസ് മലയാളത്തോട്. ഈ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന, അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന ആളുകൾ പോയി അദ്ദേഹത്തെ കണ്ടു. അതിനെന്താ കുഴപ്പം? എല്ലാ പാർട്ടിക്കാരും പോയി അവരുടെ എല്ലാ നേതാക്കന്മാരെയും കണ്ടു. അവർ പലരും വന്നു, പലരും വന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ ആളുകളെ കണ്ട് എന്താ അവർ വരാത്തത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ? അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഉള്ള സംഘടനയാണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം സംസാരിക്കുമ്പോൾ ആലോചിച്ചും കണ്ടും അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ലേ. പിന്നെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്നുകൂടി കേൾക്കാം. അവരെന്തവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്? അവർക്ക് ആ ഒരു അവരുടെ അടുത്തേക്ക് ചെന്നത്, എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത്. ഒന്ന് വരണം, ഞങ്ങളെ അവിടെ വന്നൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തിരിച്ച് എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു. അതിന്റെ പിറ്റേന്ന് എനിക്ക് ചെല്ലേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. ഹാൻസ് ജോണുണ്ട് വിവരങ്ങളുമായി. ഹാൻസ്, സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞ കാര്യം, വീട്ടിൽ വന്ന് തന്നെ ക്ഷണിച്ചിട്ടാണ്, വീട്ടിൽ വന്നു തന്നെ ക്ഷണിച്ചു, ഈ സമരത്തിലൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പോയത്. പിന്നീട് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരിക്കൽ കൂടി തനിക്ക് പോകേണ്ടി വന്നു. JP നദ്ദ ഒരിക്കലും സമരക്കാരെ പക്ഷത്ത് നിർത്താൻ ശ്രമിച്ചിട്ടില്ല. കാര്യമായ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയൊക്കെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ പ്രതികരണം നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കേട്ടതും. പക്ഷേ ആശാ വർക്കർമാർ ഇന്നിപ്പോൾ പറയുന്നത് സുരേഷ് ഗോപി ആലോചിച്ച് സംസാരിക്കണമെന്നാണ്. സുരേഷ് ഗോപിയെ വീട്ടിൽ പോയി ക്ഷണിച്ചത് BJP അനുഭാവമുള്ള ആശമാരെന്ന് പറയുന്നു. അപ്പോൾ ഈ സമരത്തിന് മറ്റൊരു സ്വഭാവം കൂടി കൈവരികയാണോ? ഇന്നിപ്പോൾ സമരം 43-ാം ദിവസത്തിലേക്കും സത്യാഗ്രഹ സമരം 5-ാം ദിവസത്തിലേക്കുമൊക്കെ കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സേതുലക്ഷ്മി, അങ്ങനൊരു വ്യാഖ്യാനം നമുക്ക് പൊതുവെ നൽകാൻ കഴിയില്ല. കാരണം ഈ സമരം ആരംഭിച്ച സമയം മുതൽ തന്നെ സമരസമിതി നേതാക്കളായിട്ടുള്ള SUC പ്രവർത്തകരാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ. അവർ ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ സമരത്തിൽ ഇതൊരു ബഹുജന കൂട്ടായ്മയാണ്, ഇതിൽ എല്ലാ പാർട്ടിയിൽപ്പെടുന്ന ആളുകളും ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പ്രതികരണം ഉണ്ടായത്. തന്നെ ക്ഷണിച്ചിട്ടാണ് ഈ സമരപന്തലിലേക്ക് എത്തിയത്. അതിലൊരു പ്രതികരണവുമായിട്ടാണ് ഇപ്പോൾ സമരസമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബിന്ദു നമ്മളോട് പ്രതികരിച്ചത്. അവർ വ്യക്തമാക്കിയത് ഇങ്ങനെ തന്നെയാണ്. സമരസമിതി നേതാക്കൾ എന്ന രീതിയിൽ തങ്ങൾ സുരേഷ് ഗോപിയെ പ്രത്യേകമായി ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ഈ സമരത്തിൽ എല്ലാ പാർട്ടിക്കാരും പെടുന്നുണ്ട്. അതിൽ BJP അനുഭാവികളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരാണ് സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. അതിനോടൊപ്പം തന്നെ BJP അനുഭാവികൾ മാത്രമല്ല, എല്ലാ പാർട്ടിയിൽപ്പെടുന്നവരും സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്. ഇവരെല്ലാവരും തന്നെ അവരുടെ നേതാക്കളെ നേരിട്ട് കണ്ട് ക്ഷണിച്ച് സമരപ്പന്തലിലെത്തണം, ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലരും അത് കേട്ടുകൊണ്ട് സമരപ്പന്തലിലെത്തി അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി എടുത്ത ഒരു U-turn പരാമർശമുണ്ട്. അത് നമുക്കറിയാം. ഈ സമരപ്പന്തലിൽ സുരേഷ് ഗോപി 2ാം വട്ടം എത്തിയപ്പോൾ ഒരു പരാമർശം നടത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയും അതിനോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തൊഴിലാളികളായി മാറ്റാൻ കഴിയുമെന്നൊരു പരാമർശം ഈ സമരപ്പന്തലിൽ വെച്ചിട്ടാണ് സുരേഷ് ഗോപി നടത്തിയത്. പക്ഷെ അതിന് വിരുദ്ധമായി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് നമുക്ക് പഴിക്കാൻ കഴിയില്ല, ആരോഗ്യമന്ത്രിയെ താൻ തള്ളിപ്പറയില്ല എന്നുള്ള U-turn പരാമർശം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലും വ്യക്തമായ ഒരു മറുപടി സമരസമിതി നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അത് വ്യക്തിപരമായ അഭിപ്രായമാണ്. അദ്ദേഹമാണ് കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ തങ്ങൾ പ്രതികരിക്കാൻ ആളല്ല എന്നുകൂടി സമരസമിതി എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരം ഇന്ന് അനിശ്ചിതകാല സമരം ഇന്ന് 43-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിരാഹാര സമരം 5-ാം ദിവസം എത്തിയിരിക്കുകയാണ്. 3 പേരാണ് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്നത്.
പറയുന്നത് സമരസമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബിന്ദു, ആശാപ്രവർത്തകരായിട്ടുള്ള KP തങ്കമണിയും അതിനോടൊപ്പം തന്നെ ശോഭ എമ്മുമാണ് ഇന്ന് നിരാഹാര സമരം അനുഷ്ഠിച്ച് കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ നിരാഹാരത്തിലിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ സമരപ്പന്തലിലും സംസ്ഥാനത്തുടനീളവും കൂട്ട ഉപവാസം ഉണ്ടാവും. സംസ്ഥാനത്തുടനീളമുള്ള ആശാപ്രവർത്തകരും അതിനോടൊപ്പം തന്നെ സ്ത്രീകളും ഉപവാസത്തിൽ പങ്കാളികളാകും എന്നാണ് സമരസമിതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഇന്ന് രാവിലെ 10 മണിക്ക് സമരം ഡോക്ടർ P. ഗീത ഉദ്ഘാടനം ചെയ്യും. എന്തായാലും ഈ സമരത്തിലടക്കം വലിയൊരു കൂട്ടായ്മ അല്ലെങ്കിൽ വലിയൊരു പൊതുജന പിന്തുണ ഉണ്ടാകുമെന്നാണ് സമരസമിതിയുടെ പ്രതീക്ഷ. സേതുലക്ഷ്മി.